ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. റിസർവ് ബാങ്ക് ധനനയ പ്രഖ്യാപനത്തിൽ ഉറ്റുനോക്കി വിപണികൾ. ഏഷ്യൻ വിപണികളിൽ ഉണർവ്. ഇന്ത്യൻ വിപണികളിലും ഉണർവ് പ്രതീക്ഷിച്ചു നിക്ഷേപകർ. ക്യാഷ് മാർക്കറ്റിൽ ഇന്നലെ വിദേശ നിക്ഷേപകർ വിറ്റഴിച്ചത് 1691.02 കോടിയുടെ ഓഹരികൾ. ക്രൂഡ് വിലയിൽ മാറ്റമില്ല. റിസർവ് ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം അല്പസമയത്തിനകം. നടപ്പ് വർഷത്തേക്കുള്ള പണപ്പെരുപ്പ, വളർച്ചാ നിരക്ക് പ്രവചനങ്ങളും പ്രഖ്യാപിക്കും. പണലഭ്യത കുറയ്ക്കാനുള്ള RBIയുടെ വിപണി ഇടപെടലുകൾ ഉറ്റുനോക്കി നിക്ഷേപക ലോകം. 6ാം തവണയും അടിസ്ഥാന നിരക്ക് നിലനിർത്തിയേക്കുമെന്ന പ്രതീക്ഷയിൽ ബാങ്കേഴ്സ്. സ്വിറ്റ്സർലൻഡുമായും നോർവേയുമായും $100 ബില്യൺ നിക്ഷേപ ഇടപാട് ലക്ഷ്യമിട്ട് ഇന്ത്യ. യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയുമായി കരാർ രൂപീകരണ ചർച്ചകൾ തുടരുന്നു. പേറ്റന്റ് പരിരക്ഷയും നിക്ഷേപ പ്രോത്സാഹനവും കരാറിന്റെ ഭാഗമാകുമെന്ന് സൂചന. AI സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന സിഇഒമാരോട് മൈക്രോസോഫ്റ്റ് മേധാവി സത്യ നദല്ല. ലോകത്ത് സാമ്പത്തിക വളർച്ചാ തുല്യത ഉറപ്പുവരുത്താൻ AIയുടെ അതിവേഗ വികസനം ആവശ്യമെന്ന നദല്ല. GDP വളർച്ച കൂട്ടാനും AIയുടെ ഉപയോഗം കൊണ്ട് സാധിക്കുമെന്നും മൈക്രോസോഫ്റ്റ് സിഇഒ. ചൈനീസ് മൂലധന മേഖലയിൽ വീണ്ടും സർക്കാർ ഇടപെടൽ. ഓഹരി നിയന്ത്രണ സംവിധാനത്തിന്റെ തലവനെ മാറ്റിയെന്ന് വാർത്താ ഏജൻസി സിൻഹുവ. വൈ ഹ്യൂമാനെ മാറ്റി വു ക്വിങ്ങിനെ നിയമിച്ചു. ക്യാബിനറ്റ് തീരുമാനം ഓഹരി സൂചികകളെ സ്ഥിരപ്പെടുത്താൻ നയരൂപീകരണത്താകൾ പാടുപെടുന്നതിനിടെ. സാമ്പത്തിക ലോകത്തുനിന്ന് സമ്മിശ്രമായ വാർത്തകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സന്തോഷമുള്ളതുമായ ഒരു വാർത്ത, ടാറ്റ ഗ്രൂപ്പ് രാജ്യത്തെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി, 30 ലക്ഷം രൂപ വിപണി മൂല്യമുള്ള ഒരു കമ്പനിയായി മാറി എന്നതാണ്. ഗ്രൂപ്പിലെ എല്ലാ കമ്പനിയിലും വലിയ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ തുടർന്ന് ടാറ്റ ഗ്രൂപ്പ് ഓഹരികൾ എങ്ങനെ പെർഫോം ചെയ്യും എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ മണപ്പുറം ഓഹരികളൊക്കെ മെച്ചപ്പെട്ട നിലയിലായിരുന്നു. ഇന്നലെ യെസ് ബാങ്ക് ഓഹരികൾ മികച്ച നിലയിലായിരുന്നു. പൊതുവെ ബാങ്കിംഗ് സെക്ടർ ഇന്നലെ മികച്ച രീതിയിലായിരുന്നു. ഇന്ന് എങ്ങനെയായിരിക്കും വിപണികളെന്ന് നോക്കാം. US വിപണികൾ വലിയ നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഏഷ്യൻ വിപണികളും നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കും എന്ന് വിശ്വസിക്കാം. എന്തായാലും പോസിറ്റീവ് നോട്ടിലാണ് ഇന്ത്യൻ വിപണി ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 69 പോയിന്റ് ഉയർന്ന് 22,000-ലാണ് ദേശീയ ഓഹരി വിപണിയിലെ വ്യാപാരം നടക്കുന്നത്. ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളും ഒരു പച്ചയിലാണ്. ഇന്ന് പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം തുടങ്ങുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 72,000 എന്ന് പറയുന്ന പോയിന്റിനപ്പുറം കടന്നിട്ടുണ്ട്. 189 പോയിന്റ് ഉയർന്നാണ് വ്യാപാരം നടക്കുന്നത്. എന്തായാലും വിപണി ഇപ്പോൾ ഒരു ശുഭ പ്രതീക്ഷയിലാണ്. പക്ഷേ 10 മണിക്ക് ശക്തികാന്തദാസ് എന്ത് പറയും എന്നുള്ളത് വിപണിയെ ഏറെ സ്വാധീനിക്കാനിടയുണ്ട്. നമുക്ക് ഇന്നത്തെ വിപണി വിശകലനവുമായി വിപണി വിദഗ്ധൻ ശ്രീ പ്രിൻസ് ജോർജ് ചേരുന്നു, MD DBFS. ശ്രീ പ്രിൻസ് ജോർജ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും അല്പസമയത്തിനകം ശക്തികാന്തദാസിന്റെ ധനനയ പ്രഖ്യാപനം ഉണ്ടാകും. വളർച്ചാ നിരക്ക് എന്താകും, ഇൻഫ്ലേഷൻ വരുതിയിലാണോ എന്നൊക്കെ അറിയുന്നതിലുപരിയായി നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും അറിയാൻ താല്പര്യമുള്ളത് ഈ പലിശ നിരക്ക് കൂട്ടുമോ? പലിശ നിരക്ക് കൂട്ടിയാൽ തീർച്ചയായും അവരുടെ പ്രതിമാസ തവണകൾ EMI കൂടുമല്ലോ. അപ്പോൾ കാർ ലോൺ എടുത്തവരുണ്ടാകും, ഭവന വായ്പകൾ എടുത്തവരുണ്ടാകും. ഇതൊക്കെ ഒരു നിരക്ക് അധിഷ്ഠിത വായ്പയാണെങ്കിൽ EMI കൂടാനും കുറയാനുമുള്ള ഒരു സാധ്യതയുണ്ടാകും. അപ്പോൾ അതെങ്ങനെ വിപണിയെ ബാധിക്കും? ഇതൊക്കെ നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തെയും ബാധിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഏതായാലും ഒരു കാര്യം 100% ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മുടെ പ്രേക്ഷകരൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത്തവണ ഇൻട്രസ്റ്റ് റേറ്റ് എന്തുകൊണ്ട് കൂട്ടുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ റിസർവ് ബാങ്ക് പ്രതീക്ഷയിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലാണ്. നമ്മുടെ കഴിഞ്ഞ ബജറ്റ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി മാക്രോ എക്കണോമിക് സിറ്റുവേഷൻ, അതായത് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ കൺട്രോളിലാണ് നിൽക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കലി ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാൻ, ഗവൺമെന്റ് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ റിസർവ് ബാങ്കിന്റെ മേലൊരു സമ്മർദ്ദം ഉണ്ടാകുമെന്നും നമുക്ക് വിശ്വസിക്കാം. ഇതെല്ലാം കൂടെ കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആളുകളൊക്കെ പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇത്തവണ ന്യൂട്രൽ സ്റ്റാൻസ് ആയിരിക്കും. കഴിഞ്ഞ തവണത്തെ അതേ പോളിസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റിന്റെ റിസർവ് ബാങ്കിന്റെ ഒരു പോളിസി എന്നുള്ളതാണ്. എന്നാൽ അധികം വൈകാതെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നും നമുക്കൊരു ക്രെഡിറ്റ് റേറ്റിംഗ് അപ്ഗ്രേഡ് ഗ്ലോബൽ ഏജൻസികളിൽ നിന്ന് കിട്ടും. നമ്മുടെ വളർച്ചാ നിരക്ക് 7% മുകളിലാണ്. ഇത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രസ് കോൺഫറൻസിൽ റിസർവ് ബാങ്ക് ഗവർണർ പറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ഒപ്റ്റിമിസത്തിലാണ് മാർക്കറ്റ് ഇന്ന് പോസിറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 70 പോയിന്റോളം പ്ലസിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. 22,000 അടുത്താണ് നിൽക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇത് സത്യമായി ഇത് മാർക്കറ്റിന് ഒപ്റ്റിമിസം ഒക്കെ വളരെ നല്ലതാണെങ്കിലും ഈ പോസിറ്റീവ് ന്യൂസുകളിൽ മിക്കതും തന്നെ മാർക്കറ്റിൽ പ്രൈസ്ഡ് ഇൻ ആണെന്നുള്ളത് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ന്യൂസുകൾ
വന്നാൽ പോലും മാർക്കറ്റ് എത്രമാത്രം മുകളിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും മാർക്കറ്റ് ഒപ്റ്റിമിസ്റ്റിക് ആണ്, പോസിറ്റീവ് ആണ്, നല്ല മാർക്കറ്റാണ്. ശരി, എന്തായാലും താങ്ക് യു വെരി മച്ച്. മാർക്കറ്റ് ഒരു പോസിറ്റീവ് നോട്ടിലാണ്. എന്തായാലും 10 മണിയാകുമ്പോൾ പ്രേക്ഷകർ ഈ റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് എന്താണ് പറയുന്നത് ശ്രദ്ധിക്കണം. പലിശ നിരക്ക് കുറഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ മാർക്കറ്റ് അധിഷ്ഠിതമായ വായ്പകൾ, അത് കാർ ലോൺ ആയാലും ഭവന വായ്പയാണെങ്കിലും ഒക്കെ, നിങ്ങൾ എടുത്തിരിക്കുന്ന വായ്പയുടെ EMI കുറയുമോ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബെൽ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഉച്ചയ്ക്ക് 1:30